എനിക്കൊരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. എനിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ പേര് തല കുനിച്ചു നിൽക്കേണ്ടി വരില്ല. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്വവും നിങ്ങളെ തിരിച്ചേൽപ്പാണ്. ഇതാണ് എന്റെ വാക്ക്. നിയമപരമായിട്ട് ബന്ധപ്പെട്ട ഒരു മന്ത്രിയായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ എന്താണ് നിയമം അനുശാസിക്കുന്നത് ആ നിലയിൽ കാര്യങ്ങൾ നീങ്ങും. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് ഉചിതമായ തുടർ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 3 മാസത്തിനുള്ളിലെ നടപടികൾ സ്വീകരിക്കേണ്ടതുള്ളൂ. ഇവിടെ പണ്ട് മന്ത്രിമാർക്കെതിരെ ഒരു ചെറിയ പരാമർശം വന്നാൽ കോടതിയുടെ പരാമർശം വരുമ്പോൾ തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരങ്ങൾ നടത്തിയുള്ള പാർട്ടിയാണ് ഇപ്പോൾ പറയുന്നത് രാജിവെക്കേണ്ടായിരുന്നു. എന്തും ധാർമ്മികതയാണ്. തീർച്ചയായും മന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചാൽ ആ കേസിൽ കക്ഷി ചേരും. മന്ത്രിക്ക് എതിരായ വിധി ഹൈക്കോടതിയിൽ നിന്നും ലഭിക്കുന്നതിന് ആവശ്യമായ നിയമപോരാട്ടം നടത്തും. മുഖ്യമന്ത്രിയുമായിട്ടുള്ള നിരവധി ഇടപാടുകൾ, മുഖ്യമന്ത്രി കൂടി പങ്കാളിയായിട്ടുള്ള നിരവധി ഇടപാടുകൾ, ആ ഇടപാടിൽ കൂട്ടുകക്ഷി കൂടിയാണ് ജലീൽ എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ജലീലിന് പ്രത്യേകമായിട്ടുള്ള ഒരു സൗമനസ്യവും ചില പ്രത്യേക ഉദാരമായിട്ടുള്ള സമീപനവും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു സംശയത്തിലേക്കാണ് ഈ കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്നെത്തിക്കുന്നത്. ലോകായുക്തയുടെ റിപ്പോർട്ടിലും രാജിവെക്കാനില്ലെന്ന് മന്ത്രി. ലോകായുക്ത ഉത്തരവിനെതിരെ നിയമപരമായി നീങ്ങാൻ CPMന്റെ നിർദ്ദേശവും. വിധിക്കെതിരെ KT ജലീൽ ഹൈക്കോടതിയെ സമീപിക്കും. ഇതിനിടെ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ നിയമനത്തിനുള്ള യോഗ്യതയിൽ മാറ്റം വരുത്താൻ നേരിട്ട് ജലീൽ നൽകിയ കത്തും പുറത്തു വന്നിരിക്കുന്നു. ഈ ഇടപെടൽ അധികാര ദുർവിനിയോഗവും സ്വജന പക്ഷപാതവുമായി കണ്ടെത്തിയിട്ടും രാജിയില്ലാത്തത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണെന്ന് മന്ത്രിയും സർക്കാരും കണക്കാക്കുന്നുണ്ടോ? പ്രതിപക്ഷം എത്ര ശക്തമായി പ്രതികരിച്ചാലും സമരം ചെയ്താലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ അത് സർക്കാരിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കില്ല. അതുകൊണ്ട് രാജി വേണ്ട എന്ന നിലപാട് സ്വീകരിക്കാമെന്ന ധൈര്യമാണ്. ജലീലിനെ ഇനിയും CPM ഇങ്ങനെ പ്രതിരോധിക്കണം. പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പ്രൈം ഡിബേറ്റിൽ നമുക്കൊപ്പം ചേരുന്നു CPM നേതാവ് അഡ്വക്കേറ്റ് അരുൺകുമാർ കൊച്ചിയിൽ നിന്ന്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, നിയമവിദഗ്ധൻ വലത് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ കോഴിക്കോട് നിന്ന്. അയോഗ്യനാക്കപ്പെട്ട അപേക്ഷകരിൽ ഒരാൾ സഹീർ കാലടി, അദ്ദേഹവും നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരും. ആദ്യം CPM നേതാവ് അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക്. അരുൺകുമാർ, നിയമപരമായി നോക്കിയാൽ, ധാർമ്മികമായി നോക്കിയാൽ എങ്ങനെയാണ് ലോകായുക്തയുടെ ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഇപ്പോഴും മന്ത്രി KT ജലീൽ ആ സ്ഥാനത്ത് തുടരുന്നത്? KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം ലോകായുക്ത ഓർഡറിനെതിരെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റെമഡി ഇല്ല. എന്നിരുന്നാലും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റെമഡി ഉണ്ട്. ഈ രാജ്യത്തെ ഏതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായി അദ്ദേഹത്തിന് ഉറപ്പിച്ച് കിട്ടേണ്ട മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും നടത്താം. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഈ ഓർഡറിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയിലെ റിട്ട് ജുഡീഷ്യസിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഒരു സ്റ്റേ സമ്പാദിക്കാൻ കഴിഞ്ഞാൽ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തി, അതുപോലെ അധികാര ദുർവിനിയോഗം നടത്തി, ഇല്ലീഗലായിട്ടുള്ള ഗെയിൻ ഉണ്ടാക്കി എന്ന രൂപത്തിലുള്ള പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഈ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ രൂപീകരിച്ചത് UDFൻ്റെ ഭരണകാലത്താണ്. ഏറ്റവും ആദ്യം നിയമനം നടത്തിയത് KT ജലീലാണെന്നും തൻ്റെ ബന്ധുവിനെ നിയമിക്കാൻ വേണ്ടി അദ്ദേഹം നിയമന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയെന്നും ആ നിയമന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ അദ്ദേഹം പ്രത്യേക ശുപാർശ നടത്തിയെന്നും അതിൻ്റെ ഭാഗമായി സാമ്പത്തികമായിട്ടുള്ള ലാഭം വരെ KT ജലീൽ ഉണ്ടാക്കി എന്ന രൂപത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. 2011 ഈ കോർപ്പറേഷൻ നിലവിൽ വരുന്നത്. 2013 അവിടെ 8 തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയത്. അതിനുശേഷം 2014 ഏറ്റവും ആദ്യം നിയമനം നടത്തി. ഒരു B ഷറഫുദ്ദീനാണ് ആദ്യത്തെ ജനറൽ മാനേജറായി UDF ഗവൺമെൻറ്റാണ് നിയമനം നടത്തിയത്. അത് ഡെപ്യൂട്ടേഷനിലായിരുന്നു. പിന്നീട് ആ ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷൻ പൂർത്തീകരിച്ചപ്പോൾ മറ്റൊരു ഫൈസൽ മുനീർ രണ്ടാമതായി അവിടെ ജനറൽ മാനേജറായി വന്നു. ഈ 2 നിയമനവും ആദ്യത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ കോർപ്പറേഷൻ്റെ പുതിയതായി നിയമനം
ഡെപ്യൂട്ടേഷനിൽ നടത്തുവാനും അല്ലാതെ ഉള്ള നിയമനം കരാർ വ്യവസ്ഥയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് പുറത്തു വന്നു. ആ അഡ്വർടൈസ്മെൻറ്റിലാണ് ജനറൽ മാനേജർ തസ്തികയിലേക്ക് ആദ്യമുള്ള യോഗ്യതയുടെ കൂടെ മറ്റൊരു യോഗ്യത കൂടി കൂടിച്ചേർത്തത്. ഓറാണ് ഈ ആദ്യം 2013 നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്ന യോഗ്യതയ്ക്കൊപ്പം തന്നെ മറ്റൊരു യോഗ്യത കൂടി കൂടിച്ചേർക്കുകയാണ്. 2013 ഈ യോഗ്യത നിശ്ചയിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവാണ് പുറത്തിറങ്ങിയത്. 2016 ഈ യോഗ്യതകൾ കൃത്യമായി നിശ്ചയിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ് ഉത്തരവാണ് പുറത്തിറങ്ങിയത്. 7 പേരാണ് ഇതിലേക്ക് അപേക്ഷ ജനറൽ മാനേജർ തസ്തികയിലേക്ക് കൊടുത്തത്. ഈ 7 പേരിൽ കൃത്യമായി ഇൻ്റർവ്യൂവിന് ഹാജരായത് 3 പേർ മാത്രമാണ്. ആ 3 പേർ ഇൻ്റർവ്യൂവിന് ഹാജരാകുമ്പോൾ ഡെപ്യൂട്ടേഷന് വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ അവർക്ക് 3 പേർക്കും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകാത്ത 4 പേരുണ്ടായിരുന്നു. അവരും കൃത്യമായി ആ 4 പേരിൽ 3 പേർ നിശ്ചിത യോഗ്യത ഇല്ലാത്തവരാണ് എന്ന് അവരുടെ കൃത്യമായിട്ടുള്ള ബയോഡേറ്റ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഇൻ്റർവ്യൂവിൽ ഈ അബീദ് ഹാജരായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിയമനം നടക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം 2018 ആ നേരത്തെ അഡ്വർടൈസ് ചെയ്ത ഈ നിയമന മാനദണ്ഡത്തിലേക്ക് എൻ്റെ അപേക്ഷ പരിഗണിക്കണം എന്നുള്ള അപേക്ഷ ഈ അബീദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആ അപേക്ഷ പരിഗണിക്കുകയും 2018 നിയമനം കൊടുത്തത്. ചോദിക്കട്ടെ, എല്ലാ വിഷയങ്ങളും മന്ത്രി ജലീലിന്റെ വിശദീകരണം, സർക്കാരിന്റെ വിശദീകരണം, എതിർകക്ഷികളുടെ ഹർജി, ഇതെല്ലാം തെളിവടക്കം പരിശോധിച്ചുകൊണ്ടുകൂടിയാണല്ലോ ഇത്രയധികം സിറ്റിംഗുകൾക്ക് ശേഷം ലോകായുക്തയുടെ ഭാഗത്തുനിന്ന് ഇതൊരു പരാമർശമൊന്നുമല്ല, ഒരു കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഫേവറിറ്റിസം, നെപ്പോട്ടിസം കൃത്യമായ രീതിയിൽ മന്ത്രി നടത്തിയിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ അധിക യോഗ്യത വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് മന്ത്രിയാണ് എന്ന്, അതും ന്യൂനപക്ഷ ഈ വകുപ്പിന്റെ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് മന്ത്രി തന്നെ ആവശ്യപ്പെടുകയാണ് എന്നുള്ള കത്തുകൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ മെറിറ്റിലേക്കാണ് ഇപ്പോൾ അരുൺ കടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചത്, ഈ വിഷയങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് ലോകായുക്തയെ പോലുള്ള ഒരു ബോഡി ഇത് മന്ത്രി സ്ഥാനത്തിരിക്കാൻ ഇന്നയാൾ യോഗ്യനല്ല, സത്യസന്ധതയുള്ള നടപടിയല്ല ചെയ്തിരിക്കുന്നത്, ചട്ടലംഘനം നടത്തി, സത്യപ്രതിജ്ഞ ലംഘനം നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് കുറ്റം തെളിഞ്ഞാൽ താൻ പൊതുപ്രവർത്തനം നിർത്തുമെന്ന് പറഞ്ഞ ഒരു മന്ത്രിയാണ്. അതായത് ഇപ്പോൾ ലോകായുക്ത എന്ന് പറയുന്ന ഒരു ബോഡിക്ക് യാതൊരു അധികാരവുമില്ല, പറയുന്നത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇങ്ങനൊരു സംവിധാനം തന്നെ ഇതിനാവശ്യമില്ല എന്നാണോ നിലപാട് ഇടതുപക്ഷത്തിന്റെ? ലോകായുക്തയിൽ ഉള്ളത് ഒരു സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിയും അതുപോലെ ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയുമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PK ഫിറോസ് ഈ കേസിൽ ഉൾപ്പെട്ട സബ്ജക്ട് മാറ്ററിന് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ചത് ഫെബ്രുവരി മാസത്തിലാണ്, 2019 ഫെബ്രുവരി മാസത്തിലാണ്. വിശദമായി വാദം കേട്ട അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ഇന്ന രേഖകളും വിവരങ്ങളും കോടതിയിൽ ഹാജരാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു. ഇത് ഒരു മന്ത്രിക്കെതിരായിട്ടുള്ള പ്രൊസീഡിങ്സ് ആയതുകൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടറിയായി ഗവൺമെൻറ്റിൽ കൊടുക്കേണ്ട സാങ്ഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകളടക്കം ഹാജരാക്കണമെന്ന് പറഞ്ഞു. ഈ ഹർജി അഡ്മിഷൻ സ്റ്റേജ് കഴിഞ്ഞ് 2ാമത്തെ ഡേറ്റിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോഴേക്കും ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ മുമ്പാകെ ഇവർ ഈ സാങ്ഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഗവർണർ നമുക്കറിയാം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരുന്നു. വിശദമായി അദ്ദേഹം രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആ സാങ്ഷൻ നിഷേധിച്ചു. അതിലെ വാചകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം ഈ മന്ത്രിക്കെതിരെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനത്തിൽ ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്ന് വ്യക്തമാണ്. പിന്നീട് ഹൈക്കോടതിയിൽ 4 തവണ ഈ കേസ് സിറ്റിംഗ് വന്നു. അതിന് 2019 7-ാം മാസം ആ വിധിന്യായം പറയുന്ന അല്ലെങ്കിൽ വിശദമായി വാദം കേൾക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ചെയ്ത ദിവസം തൻ്റെ ഹർജി നിരുപാധികം പിൻവലിച്ചുകൊണ്ടുള്ള മെമ്മോ ഫയൽ ചെയ്തത് ഇതേ PK ഫിറോസ് തന്നെയാണ്. ഫിറോസ് അങ്ങനെ ഒരു മെമ്മോ കൊടുക്കാനുള്ള കാരണം ഹൈക്കോടതി നിർദ്ദേശിച്ച 6 കാര്യങ്ങൾ ഹാജരാക്കണമെന്ന് പറഞ്ഞ രേഖ തനിക്ക് ഹാജരാക്കാൻ കഴിയുകയില്ലെന്നും ഒരിക്കലും ഗവൺമെന്റിൽ നിന്നുള്ള സാങ്ഷൻ കിട്ടിയിട്ടില്ലെന്നും ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല, നിങ്ങൾക്കുള്ള തർക്കങ്ങളെല്ലാം രാഷ്ട്രീയത്തിൽ തീർത്തോളൂ, കോടതിയിൽ ഹർജി കൊടുക്കുന്നതും പിൻവലിക്കുന്നതുമെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആകരുതെന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനത്തോടെയാണ് ഹൈക്കോടതി ആ റിട്ട് പെറ്റീഷൻ തള്ളുന്നത് പോലെ തന്നെ പിൻവലിക്കാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഗവർണർ കൃത്യമായി അതിൽ നിഷേധിച്ചിരിക്കുന്നു, സാങ്ഷൻ കൊടുക്കാൻ നിഷേധിക്കുന്നു. ജലീൽ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് അതായത് വളരെ ചതുര വടിവിൽ കൂടിയാണ്. ഞാൻ തിരികെ വരാം അരുൺ, ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം കൂടെ വേണമല്ലോ, മറ്റുള്ളവർക്കുള്ള പോയ ശേഷം ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് വരാം.
ചതുരവടിവിൽ പറഞ്ഞു പോവുകയാണ് ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നെല്ലാം എടുത്ത നടപടികൾ ഈ രീതിയിലായിരുന്നു എന്ന് ചതുരവടിവിൽ പറഞ്ഞു പോവുകയാണ്. ലോകായുക്ത വിധിയുടെ കീഴിൽ രാജിവെക്കുന്ന കീഴ്വഴക്കമില്ല ഈ നാട്ടിൽ എന്നാണ് ഇന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞത്. അങ്ങനെയായിരുന്നെങ്കിൽ നേരത്തെ എത്ര മന്ത്രിമാരൊക്കെയാണ് കഴിഞ്ഞ സർക്കാരിൽ രാജിവെക്കേണ്ടിയിരുന്നത് എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. ഇതൊരു അവകാശമാണല്ലോ. ഒരാൾക്കെതിരെ നീതിരഹിതമായിട്ടുള്ള കാര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് വിനിയോഗിക്കുകയാണല്ലോ മന്ത്രി. അതിൽ എന്താണ് തർക്കമുള്ളത് എന്നല്ലേ ചോദിച്ചു വരുന്നത്? എന്താണ് അതിന്റെ സാങ്കത്യം? ശ്രീ മുഹമ്മദ് ഷാ. എനിക്ക് ചോദിക്കാനുള്ളത് എ കെ ബാലനോട് തന്നെയാണ്. എ കെ ബാലൻ എന്തുകൊണ്ടാണ് എ കെ ബാലൻ ഇപ്പോൾ പറയുന്നത്? അദ്ദേഹം പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയുടെ മേൽ അപ്പീൽ കൊടുക്കാം, അല്ലെങ്കിൽ റിവിഷൻ കൊടുക്കാം. അത് മുഴുവൻ എക്സോസ്റ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ എത്തുന്നത് വരെ ആ വിധി വന്നു എന്നതിൻ്റെ പേരിൽ യാതൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയും കാണിക്കേണ്ടതില്ല. നല്ല പ്രാക്ടീസാണ്, കാലാകാലം നിലനിന്ന് പോട്ടെ. ഇതാണ് പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് എ കെ ബാലൻ പറഞ്ഞെങ്കിൽ നല്ലത് തന്നെ. ഇതാണ് പിന്നെ ഈ നടത്തിയ പിന്നെ വേറൊന്ന് വിജയരാഘവൻ പറഞ്ഞു, ഇത് പ്രതിപക്ഷമല്ല, അത് പറയേണ്ടതല്ല, അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ മുമ്പ് നടത്തിയ സമരങ്ങളൊക്കെ ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? മറുപക്ഷം പറയും രാജിവെക്കാൻ പറയും, രാജിവെക്കത്തില്ല എന്ന് പറയും, രാജിവെക്കേണ്ടതില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഈ രാജ്യത്ത് ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് പോയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അവർ ഇൻകോമ്പീറ്റൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാൻ പറ്റുമോ എന്ന ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫൈനലി 5 വർഷം അവർ നിരക്കട്ടെ, 5 വർഷം കഴിഞ്ഞ് നമുക്ക് ഇലക്ഷനിൽ അവരെ പുറത്ത് കളയാമെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഹൈക്കോടതി വിധിയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഹൈക്കോടതി വിധി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ ഹൈക്കോടതി വിധി 2 പാരഗ്രാഫേ ഉള്ളൂ. ഹൈക്കോടതിയിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൈക്കോടതിയിലെ ക്വസ്റ്റ്യൻ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഒരാൾക്കെതിരെ ഒരു ക്രൈം എടുക്കണമെങ്കിൽ ആ സെക്ഷൻ 17 അമെൻമെൻറ്റോട് കൂടി ആ പ്രോസിക്യൂഷൻ സാങ്ഷൻ വാങ്ങണം. ഫിറോസ് കൊടുത്ത റിട്ട് പെറ്റീഷനിൽ കംപ്ലൈൻറ്റ് ലോഡ്ജ് ചെയ്യുമ്പോൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഉണ്ടായിരുന്നില്ല. പ്രോസിക്യൂഷൻ സാങ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടും പ്രോസിക്യൂഷൻ സാങ്ഷൻ അപ്ലൈ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും അത് വിഡ്രോ ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. അവിടുത്തെ ക്വസ്റ്റ്യൻ PC ആക്ട് പ്രകാരമുള്ള ഒരു പ്രോസിക്യൂഷൻ നടത്താനാണ്. ഇനി ലോകായുക്ത എന്ന് പറയുന്നത് 1999 ലോകായുക്ത ആക്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ നമുക്കറിയാം 2010 ശേഷം ലോക്പാൽ ബില്ലിന്റെ അമെൻമെന്റുകളും വലിയ സമരങ്ങളും ഒക്കെ കണ്ടില്ല. 2014 ലോക്പാൽ ആക്സെപ്റ്റ് ചെയ്തു കഴിയില്ല. ഈ ലോക്പാലിന്റെ ഒക്കെ പർപ്പസ് പൊതു പബ്ലിക് ബോഡീസ് അവർ കറപ്ഷനോ നെപ്പോട്ടിസമോ കാണിക്കുമ്പോൾ അത് ജനങ്ങളെയാണ് ബാധിക്കുന്നത്. അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുടെ ഭാഗമാണ് അതുണ്ടായത്. ഇപ്പോൾ 1999 ആക്ട് എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഷെഡ്യൂൾ 7-ലെ 2 ലിസ്റ്റുകൾ, ലിസ്റ്റ് നമ്പർ 2, ലിസ്റ്റ് നമ്പർ 3, അതിൽ വരുന്ന കാര്യങ്ങളിൽ കറപ്ഷൻ, നെപ്പോട്ടിസം, മാലഡ്മിനിസ്ട്രേഷൻ ഒക്കെ നടത്തിയാൽ അതിനെ സംബന്ധിച്ച് എൻക്വയറി നടത്തുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ജഡ്ജിന്റെ സ്റ്റാറ്റസിലുള്ള ഒരാളും ഹൈക്കോടതി ജഡ്ജി സ്റ്റാറ്റസിലുള്ള ആളും ഇരിക്കുന്ന ഡിവിഷൻ ബെഞ്ച് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും അതിനെക്കുറിച്ച് അന്വേഷിച്ച് സെക്ഷൻ 12 പ്രകാരം റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സെക്ഷൻ 14 പ്രകാരം അവരിയ്ക്കുന്ന സ്ഥാനത്തുനിന്ന് മാറണമെന്ന് പറഞ്ഞു. അത് പ്രോസിക്യൂഷൻ അല്ല. അതെന്താ ചെയ്യുന്നത്? അതിന്റെ പ്രശ്നം കറപ്റ്റഡ് ആയിട്ടുള്ള, ടെയിൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ അവരിയ്ക്കുന്ന ചെയറിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന ഡെമോക്രാറ്റിക് റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടാണ്. അത് മറ്റേ കേസുമായിട്ട് എന്താ ബന്ധം? മറ്റേതൊരു പ്രോസിക്യൂഷനാണ്. ഇത് ആ പ്രോസിക്യൂഷൻ സാങ്ഷൻ സർക്കാർ തന്നെ കൊടുക്കുകയാണ്. പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തതിന് സർക്കാർ പ്രോസിക്യൂഷൻ സാങ്ഷൻ റിജക്ട് ചെയ്തതുകൊണ്ട് പിന്നെ ലോകായുക്ത പറഞ്ഞാലും രാജിവെക്കേണ്ടതില്ല എന്ന് പറയുന്ന ലോ മിനിസ്റ്റർ അതാണോ കാരണം പറഞ്ഞിരിക്കുന്നത്? അതോ അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അപ്പീൽ തന്നെ ഇല്ല. ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി അപ്പീലിന്റെ വ്യത്യാസം പറഞ്ഞുതരാം. ഉദാഹരണത്തിന് അപ്പീൽ റെമഡി അതിനകത്തുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് ശ്രീ മുഹമ്മദ് ഷാ, അപ്പീൽ റെമഡി അതിനകത്തുണ്ടല്ലോ അല്ലെ? അതെ, ലോകായുക്തയിൽ അപ്പീൽ കൊടുക്കാൻ വകുപ്പില്ല, പക്ഷേ അല്ലാതെ ഒരു അപ്പീൽ റെമഡി, ഇപ്പൊ ഹൈക്കോടതിയിൽ പോകാൻ ഒരു അപ്പീൽ റെമഡിക്കുള്ള ഒരു വകുപ്പുണ്ട്. അത് വ്യക്തിപരമായി മന്ത്രിക്ക് അത് ചെയ്യാം. സ്വാഭാവികമായി അതിനെ സർക്കാർ പിന്തുണയ്ക്കുന്നു, CPM പിന്തുണയ്ക്കുന്നു. ഇല്ല, അപ്പീൽ റെമഡി ഇല്ല. അതാണ് പറഞ്ഞത്. അതായത് സ്റ്റാറ്റ്യൂട്ടറി അപ്പീൽ ഇപ്പോൾ CRPC പ്രകാരം ഒരാൾക്കെതിരെ കൺവിക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പീൽ സ്റ്റാറ്റ്യൂട്ടറി അപ്പീലാണ്. CRPC തന്നെ പ്രൊവിഷൻ ഉണ്ട് അപ്പീൽ കൊടുക്കാനായിട്ട്. അതുകൊണ്ട് അപ്പീൽ കൊടുക്കുന്നത് ഹൈക്കോടതിയിൽ. അതിനുശേഷം സുപ്രീം കോടതി പോകാനും CRPC പ്രൊവിഷൻ ഉണ്ട്. അതേസമയം ലോകായുക്ത ആക്ടിൽ അപ്പീൽ റെമഡി ഇല്ല. അപ്പീൽ റെമഡി ഇല്ലാത്ത കേസുകൾക്ക് ഉത്തരവ് വന്നാൽ അത് ഫൈനാലിറ്റിയിലാണ് ഉത്തരവ്. അതിനുശേഷം ഹൈക്കോടതിയിൽ അവർ പോകുന്നത് അപ്പലേറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓൾട്ടർനേറ്റീവ് റെമഡി ഇല്ലാത്ത കേസുകൾക്ക് ആർട്ടിക്കിൾ 226 പ്രകാരം നമുക്ക് ആർക്കും ഹൈക്കോടതിയിൽ പോകാം എന്ന അധികാരം ഉപയോഗിക്കുക. അതായത് ഒരു പൊതു കുളികടവിൽ കുളിക്കാൻ എന്നെ അനുവദിച്ചിട്ടില്ല, അതെന്റെ അവകാശമാണ്, അത് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈക്കോടതി പോകാം. 226 ഇൻവോക്ക് ചെയ്യാം. 226 ഇൻവോക്ക് ചെയ്യുന്നതിന്റെ പൊതു അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്.
അവിടെയാണ് പ്രശ്നം. ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന ക്വസ്റ്റ്യൻ ഇനി ഇവർ കൊടുക്കുന്ന ഒരു പ്രീസിഡൻസ് ഉണ്ടല്ലോ. നാളെ 20 ദിവസം മന്ത്രിയായിരിക്കാൻ വേണ്ടിയാണ് ഈ കാണിക്കുന്നത്. ഈ പ്രീസിഡൻസ് അതായത് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ചോദിക്കുന്നത്, അതായത് ഒരു വ്യക്തിയാണ് അത് ഞാൻ ശ്രീ മുഹമ്മദ് ഷാ, ഞാൻ കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാക്കി, ഇതൊരു വ്യക്തിയാണ് ഇത് ചെയ്തതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഒരു മന്ത്രി പോലത്തെ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാൾ, സർക്കാരിന്റെ ബാക്കപ്പോട് കൂടി ഇരിക്കുന്ന ഒരാൾ ഇത് ചെയ്യുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് മൊറാലിറ്റിയാണ്, ധാർമ്മികതയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് മാത്രമാണ് 99 നിയമമുണ്ടാക്കുമ്പോൾ ആ നിയമത്തിൽ സെക്ഷൻ 14 ആഡ് ചെയ്തിരിക്കുന്നതിന്റെ പെർപ്പസ് ഈ എൻക്വയറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കുന്ന ചെയറിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യപ്പെടണം, മാറണമെന്ന് പറഞ്ഞത്. പൊളിറ്റിക്സിലെ മൊറാലിറ്റിക്ക് വേണ്ടിയിട്ടും പൊളിറ്റിക്സിലെ ടെയിൻറ്റഡ് ആളുകൾ ഇരിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനും അതിനകത്തിന്റെ സ്പെസിഫിക് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നില്ലേ, ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ട ആളാണ് എന്ന് പറയുമ്പോൾ അത് ബാധിക്കുന്നില്ല. ഓത്ത് എന്ന് ഇപ്പം നമ്മൾ പറയാം ഭരണഘടനയുടെ ഷെഡ്യൂൾ 3 പ്രകാരമാണ് ഓത്ത് എടുക്കുന്നത്. ഓത്ത് വായിച്ചു നോക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓത്ത് വായിക്കണം, പറഞ്ഞ ഓത്ത് എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് വായിക്കണം. ഞാൻ ചെയ്യുന്നതിനകത്ത് നെപ്പോട്ടിസം ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ടിപ്പോൾ ന്യായീകരിച്ചില്ലേ, കഴിഞ്ഞ സർക്കാർ നെപ്പോട്ടിസം ചെയ്തു അതുകൊണ്ട് ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നോ? അങ്ങനെ പറയാമോ? കഴിഞ്ഞ സർക്കാർ ചെയ്താലും തെറ്റ്, ഈ സർക്കാർ ചെയ്താലും തെറ്റ്. ഇവിടെ ഈ സർക്കാർ ഇദ്ദേഹം ചെയ്തതിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, കോമ്പീറ്റന്റ് അതോറിറ്റി എൻക്വയറി നടത്തി അവരെയും കേട്ടിട്ട് കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹം ഇതിനകത്തൊരു നെപ്പോട്ടിസം കാണിച്ചു എന്നും അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ലെന്നും ഇന്റഗ്രിറ്റി ഇല്ലാന്നും പറഞ്ഞതിന് ശേഷം വീണ്ടും ന്യായീകരിക്കുക. ആ ന്യായീകരിക്കുന്നതിന്റെ കുഴപ്പം ഇപ്പൊ ജലീലിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയാവൂ എന്നൊരാൾക്കൊന്നും ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഇതുണ്ടാക്കുന്ന ഒരു പ്രീസിഡൻസ് ഉണ്ടല്ലോ. കാലാകാലങ്ങളിൽ എല്ലാവരും പറയില്ലേ ലോകായുക്ത പറഞ്ഞ രാജു, പിന്നെ എന്തിനാ ലോകായുക്തത്തിൽ എന്തിനാ എന്തിനാണ് അങ്ങനെ ഒരു ബോഡി എന്ന് ചോദിക്കും. ഞാൻ തിരികെ വരാം ശ്രീ മുഹമ്മദ് ഷാ, ഞാൻ തിരികെ വരാം, ദയവായി തുടരുക, ഞാൻ തിരികെ വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, നിയമപരമായി മന്ത്രിക്ക് ഒരു വഴി തേടാം, ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം, പക്ഷെ അത് മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണോ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ CPM മന്ത്രിക്ക് വേണ്ടി ഈ വിഷയം മുഴുവൻ പ്രതിരോധിക്കുന്നതിൽ ധാർമ്മികത ഇല്ലാതാകുന്നുണ്ടോ? ഇതിൽ 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ശ്രീ മുഹമ്മദ് ഷാ പറഞ്ഞ കാര്യം ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് നിയമപരമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. നിയമം അതാണ്. ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ സാങ്ഷന് വേണ്ടിയിട്ട് PK ഫിറോസോ ഞാനോ അല്ലെങ്കിൽ മുഹമ്മദ് ഷായോ മറ്റാരെങ്കിലുമോ ഒരു അപേക്ഷ കൊടുക്കുന്നു, അത് ഗവർണർ നിരസിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഹൈക്കോടതിയിൽ പോകുന്നു, ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടുന്നില്ല. അതൊക്കെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. നേരെ മറിച്ച് ഇവിടെ നടന്നിട്ടുള്ളത് ഒരു അഴിമതി ആരോപണം. ഈ ലോകായുക്ത ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അഴിമതി ഈ പൊതുപ്രവർത്തകരുടെ അഴിമതി കണ്ടെത്താനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും വേണ്ടിയിട്ടാണ്. പണ്ട് അഴിമതി നിരോധന കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഈ ലോകായുക്ത നിയമം വന്നേക്ക് മുമ്പ്. അതിൻ്റെ കീഴിൽ ഇതുപോലത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഓർമ്മിക്കുന്നത് രസകരമായിരിക്കും. 1982 മുതൽ 87 വരെ നിന്ന് ശ്രീ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരുന്ന എൻ ശ്രീനിവാസൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന രീതിയിലൊരു ആരോപണം വരികയും അന്നത്തെ അഴിമതി നിരോധന കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുന്നതിന് മുമ്പ് രേഖകൾ പരിശോധിച്ച് ഇദ്ദേഹം പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റാരോപണം നിലനിൽക്കും എന്ന് പറഞ്ഞു. വെറും പ്രഥമ ദൃഷ്ടിയുള്ളൂ. അപ്പോൾ തന്നെ കരുണാകരൻ ശ്രീനിവാസനെ വിളിച്ചു കൊടുത്തി രാജിക്കത്ത് എഴുതി പഠിച്ചു. അതായിരുന്നു കരുണാകരൻ. ഇവരൊക്കെ വളരെ അധാർമികരായിരുന്നു എന്ന് പറയുന്ന കരുണാകരൻ അന്നത്തെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ശ്രീനിവാസൻ്റെ അടുത്ത് നിന്ന് രാജിക്കത്ത് എഴുതി പഠിച്ചു. പോട്ടെ, രാജകേസിൽ വെറും ഒരു പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ച ആളാണ് ശ്രീ കരുണാകരൻ. ഇത് ഞാൻ കരുണാകരനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അതിനേക്കാളും ധാർമ്മികതയോടാണ് ഇടതുപക്ഷക്കാർ ഈ പ്രശ്നത്തിലൊക്കെ നിലപാടെടുത്തിട്ടുള്ളത്. നളിനി നെറ്റോ ഒരു കാൽപ്പായ കടലാസിൽ ഒരു പരാതി എഴുതി കൊടുത്തപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ നീല ലോഹിദാസ് നടൻ്റെ അടുത്തുനിന്ന് രാജിക്കത്ത് മേടിച്ച ആളാണ് ശ്രീ EK നായനാർ. നമുക്കൊക്കെ ഓർമ്മയുള്ളതല്ലേ. PJ ജോസഫിനെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് സെക്കൻഡ് വെച്ച് രാജിവെപ്പിച്ച ആളാണ് VS അച്യുതാനന്ദൻ. അത് തന്നെയാണ് TU കുരുവിളയുടെ കാര്യത്തിലുണ്ടായത്. ഈ മന്ത്രിസഭയുടെ കാലത്ത് പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ജയരാജനെതിരായിട്ട് പ്രൈമ ഫേസ് ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ഫൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല. സംഭവം എല്ലാവർക്കും അറിയാം. ഒരാഴ്ച നമ്മുടെ വിനു വി ജോൺ ചർച്ച ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചു. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതിനേക്കാളും മോശപ്പെട്ട ആരോപണമാണല്ലോ ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു നിൽക്കുന്നത്. അതേ ആരോപണമല്ല. അവിടെ ഈ മാനദണ്ഡം തിരുത്താനൊന്നും ജയരാജൻ പറഞ്ഞിട്ടില്ല. ജയരാജൻ്റെ ഭാര്യ സഹോദരിയുടെ മകനാണ് സുധീർ നമ്പ്യാർ. അയാളെ നിയമിക്കണമെന്ന് അപ്പൊ അത് തന്നെയാണ് ശ്രീ കെ ജയശങ്കർ, അത് തന്നെയാണ് ചോദ്യം. നമ്മുടെ ഈ ചർച്ചയുടെ കാതലായ ചോദ്യം അതാണ്. പാർട്ടിക്കാരനല്ല എങ്കിൽ പോലും പാർട്ടിക്കാരെക്കാൾ കൂടുതൽ പരിഗണന കിട്ടുന്ന ഒരാളാണ് KT ജലീൽ. മത്സരിക്കുന്ന ടേമിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ഈ പറഞ്ഞ പോലെ EP ജയരാജൻ വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാടൊന്നുമല്ല ജലീലിന്റെ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയേറെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിട്ടുള്ള മറ്റൊരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഉണ്ടാവുകയില്ല? എന്നിട്ടും എന്തുകൊണ്ടാണ് CPM ഇത്ര കഷ്ടപ്പെട്ട് KT ജലീലിനെ പ്രതിരോധിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും?
അതിൻ്റെ കാര്യം ശരിക്കും പറയാൻ കൊള്ളൂല്ലാത്ത പല കാരണങ്ങൾ പോലും അതിൻ്റെ അകത്തുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇതിൽ KT ജലീലിനോട് പ്രത്യേകമായ ഒരു സഹാനുഭൂതി, ഒരു അനുകമ്പ ഇവർ കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം KT ജലീലുമായി ബന്ധപ്പെട്ട് ഇത് മാത്രമല്ലോ എത്രയോ വിവാദങ്ങളുണ്ടായി. KT ജലീൽ അന്ന് തന്നെ രാജിവെക്കണ്ടായിരുന്നു. ജയരാജനോട് അനുവർത്തിച്ച അതേ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ KT ജലീൽ അന്ന് രാജിവെക്കണം. ജലീലിനെതിരെ ലോകായുക്തയുടെ ഒരു ഫൈൻഡിങ്ങും വേണ്ട. അതിനു മുമ്പ് തന്നെ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദര പുത്രനായിട്ടുള്ള KT അദീബ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു കമേഴ്ഷ്യൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാൾക്ക് എങ്ങനെ ഗവൺമെൻറ് സർവീസിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഡെപ്യൂട്ടേഷൻ കൊടുക്കും? അതുപോലും തെറ്റല്ലേ? അത് ചെയ്യാൻ പാടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം ചെയ്തു. അത് പകൽ പോലെ വ്യക്തമായി, പച്ച പകൽ പോലെ വ്യക്തമായി. വലിയ പ്രതിഷേധം ഉണ്ടായി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ അത് കഴിഞ്ഞ് ഇത് തെറ്റാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ തെളിയിച്ചു. അദീബിനെ തിരിച്ച് ഡെപ്യൂട്ടേഷൻ പിൻവലിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് മടങ്ങിപ്പോയി. അപ്പം തന്നെ സംഗതി വ്യക്തമായല്ലോ, പിന്നെ ഒരു സംശയമില്ലല്ലോ. എന്നിട്ടും സംരക്ഷിച്ചു. ഇവിടെ വിവാദമുണ്ടായി, അപവാദമുണ്ടായി, ചാനലിൽ ചർച്ചയുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞിട്ടും ജലീലിനെ സംരക്ഷിച്ചു. ഇത് മാത്രമല്ലോ, മലയാള സർവകലാശാലയ്ക്ക് സ്ഥലമെടുക്കുന്നതിൽ എന്ത് വലിയ തട്ടിപ്പാണ് നടന്നത്. അതിൽ ജലീലിന് ഒരു പങ്കുമില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതും വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ. അത് കഴിഞ്ഞു. ഇവിടെ കിട്ടാത്ത സാധനമല്ലല്ലോ ഖുറാൻ, പരിശുദ്ധ ഖുറാൻ ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്തതല്ലേ, അന്ന് രാജിവെപ്പിച്ചു? ഇല്ല. പോട്ടെ, ഇവിടെ G. സുധാകരനും രവീന്ദ്രനാഥിനും തോമസ് ഐസക്കിനും ബാധകമായിട്ടുള്ള ഒരു കാര്യമുള്ളൂ. 3 ടേം ഗുരുവായൂരിൽ നിന്ന് ജയിച്ച അബ്ദുൽ ഖാദറിന് 3 ടേമേ പാടുള്ളൂ. ചാലക്കുടിയിൽ നിന്ന് ജയിച്ച BD ദേവസിക്ക് 3 ടേമേ പാടുള്ളൂ. പക്ഷേ ജലീലിന് മാത്രം 4ാമത്തെ ടൈമിൽ മത്സരിക്കാം. അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞാൻ തിരികെ വരാം. ശ്രീ അരുൺകുമാർ, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ തീർച്ചയായും ഞാൻ തിരികെ വരാം. ജയശങ്കർ, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ കോടതി വിധി വേണ്ട, പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും മന്ത്രിമാർ രാജിവെച്ച ചരിത്രമുള്ള നാടാണ്. KK രാമചന്ദ്രൻ രാജിവെച്ചു, EP ജയരാജൻ 2 വർഷത്തോളം മാറി നിന്നു. മന്ത്രിസഭയിൽ ഒന്നിലേറെ തവണ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ എല്ലാം ഉയർന്നിട്ടുള്ള ഒരു മന്ത്രി എന്തുകൊണ്ടാണ് മറ്റാർക്കും EP ജയരാജന് പോലും കിട്ടാതിരുന്ന ആ ഒരു സ്വീകാര്യത ആ രീതിയിൽ മറ്റാർക്കും കിട്ടാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് CPM ജലീലിനെ പ്രതിരോധിക്കുന്നത്? അഡ്വക്കേറ്റ് അരുൺ കേൾക്കാമെന്ന് കരുതുന്നു. സാങ്കേതിക വിഷയങ്ങൾ അദ്ദേഹത്തിലേക്ക് തന്നെ വിരാം, കാരണം അത് തന്നെയാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ മുഹമ്മദ് ഷാ, ഇരവാദം ഉയർത്തുകയായിരുന്നു എല്ലാ കാലവും മന്ത്രി. ഒന്നുകിൽ മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ കൊണ്ടുവന്നത്, ആ രീതിയിലുള്ള പരിഹാസം, അതല്ലെങ്കിൽ ഇത് പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണങ്ങളാണ് എന്നുള്ള പരിഹാസം. ബന്ധുത്വത്തെക്കുറിച്ച് പോലും അദ്ദേഹം പറഞ്ഞത് ഇത് ബന്ധുവാണോ എന്ന രീതിയിലൊക്കെയാണ്. കോടതി പോലും ഈ സെക്കൻഡ് കസിൻ എന്ന് പറഞ്ഞ വിഷയത്തിലൊക്കെ മന്ത്രിയുടെ പ്രതികരണം പല കാലങ്ങളിൽ അതായിരുന്നു. അദ്ദേഹം ഇത്ര കാലം ഈ കൊണ്ടു നടന്ന ഇരവാദങ്ങളെല്ലാം ഇതിനകത്ത് തള്ളിപ്പോകുന്നുണ്ടോ? അല്ലേ, ബന്ധുത്വം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം സ്വജനപക്ഷപാതമല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറ്റുമോ? റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിൽ ഇദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ മകൻ്റെ മകനാണ്, ആ റിലേഷനേ ഉള്ളൂ എന്നതുകൊണ്ട് അത് സ്വജനപക്ഷപാതമാവില്ല എന്ന് പറയുന്ന വാദം, അതിന് ബന്ധം തന്നെ വേണ്ട. സ്വജനപക്ഷപാതം എന്ന് കാര്യം നടത്തുന്നതിന് ഒരു ബന്ധുവാകണമെന്ന് തന്നെ ഇല്ല. അതിനുവേണ്ടി അദ്ദേഹം എടുത്ത നടപടിക്രമങ്ങളാണ് പ്രശ്നം. അതിനുവേണ്ടി അദ്ദേഹം ഇഷ്യൂ ചെയ്ത ഉത്തരവ്, അതിനകത്ത് പിന്നെ എന്താ പറയുക, ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് ഉള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതിന് വിരുദ്ധമായി കൊണ്ട് തന്നെ അദ്ദേഹം പുതിയ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തു. അതിനുശേഷം രണ്ടാമത് ഇദ്ദേഹത്തെ മാത്രമായി വിളിച്ചില്ലേ, ആ നോട്ടിഫിക്കേഷൻ പോയില്ലേ, അതിനുശേഷം ഫ്രഷ് ആയിട്ട് ഇദ്ദേഹത്തിന് മാത്രമായിട്ട് അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹത്തിന് പകരം വേറെ ആരും ഈ രാജ്യത്തില്ല എന്നാണോ? അപ്പോൾ അത് നോട്ടിഫൈ ചെയ്യേണ്ടേ ഒന്നുകൂടി. രണ്ടാമത് അപ്പോയിന്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഇനി അത് പത്രക്കാർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പത്രക്കാർ ചോദിച്ചപ്പോൾ എന്നാൽ അദ്ദേഹത്തെ മാറ്റി വേറൊരാളെ കൊണ്ടുവന്നരാവുന്നു. അങ്ങനെ വെക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ ഞാൻ മാറ്റിയേക്കാം, നിങ്ങൾ ഒരാളെ അപ്പോയിന്റ് ചെയ്യാവുന്നു, അങ്ങനെയും പറ്റുമോ? ഇവിടെ നിയമ സംവിധാനമില്ലേ? എന്താ പറയുക, ഒരു ഊട്ടോപ്യൻ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ സമീപനം ഇതാണ്, ഞാൻ ഇങ്ങനെ അങ്ങ് തീരുമാനിക്കും, ഇതാണ് നിയമം ഈ രാജ്യത്ത്, ഇത് ഞങ്ങൾ നടപ്പാക്കും എന്ന് പറയുന്ന പോലത്തെ വർത്തമാനം ധാർഷ്ട്യമാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട് രാജിവെപ്പിക്കേണ്ടെന്ന്, ഉടനെ പിന്നെ നിയമമന്ത്രി വന്നിട്ട് പറയുകയാണ് നിയമപരമായി ഇങ്ങനെയൊക്കെയാണ്, ഇതൊരു ലോവർ കോർട്ടാണ്, അതിന് മുകളിലത്തെ കോർട്ടുകളൊക്കെ തീരുമാനിച്ചു വരട്ടെ എന്ന് പറയുന്നത് എത്രയോ വലിയ തെറ്റാണ്. ഇതൊരു കോടതി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ്. ഞാനോ നിങ്ങളോ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്കെതിരെ അങ്ങനെ ഒരു ഒബ്സർവേഷൻ വന്നാൽ ധാർമ്മികതയുടെ പേരിൽ ഞാൻ മാറി നിൽക്കണം.
അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതിനുവേണ്ടി ഒരു പ്രൊവിഷനും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നോക്കാതെ മുമ്പ് ഹൈക്കോടതി തള്ളിയതാണെന്ന് എന്തായി പറയുന്നത്? ആ ഹൈക്കോടതി ജഡ്ജ്മെന്റ് ഒന്നുകിൽ മന്ത്രി വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല, അതല്ലെങ്കിൽ വായിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിനു ശേഷം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നു. അതങ്ങനെയായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നതാണോ മന്ത്രിമാര്? ലോ മിനിസ്റ്റർ അല്ലേ? ലോ മിനിസ്റ്റർ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണ്ടേ? അതിനകത്ത് നിയമപരമായി ഹൈക്കോടതി റിട്ട് കൊടുക്കാൻ ഒരാൾ തീരുമാനിച്ചു, അതും ഗവൺമെന്റ് അല്ല. അപ്പൊ ഇദ്ദേഹം റിട്ട് കൊടുത്തില്ലെങ്കിലോ? ജലീൽ റിട്ട് കൊടുക്കുന്ന കാര്യം ഇവർ നോക്കണം. ജലീൽ ശരിക്കും ആ കേസിൽ റെസ്പോണ്ടന്റ് അല്ലേ? ജലീൽ റിട്ട് കൊടുക്കുമോ ഇല്ലയോ എന്ന് ജലീലിന്റെ കാര്യമാണ്. ജലീൽ റിട്ട് കൊടുക്കും, അപ്പൊ സ്റ്റേ കിട്ടും, അതുകൊണ്ട് രാജിവെക്കേണ്ടെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ലോ മിനിസ്റ്റർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ഒരു അഭിഭാഷകർ കൂടിയല്ലേ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു നിയമപരമായിട്ട് ഇങ്ങനെയാണെന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാം. ഒരാൾക്ക് ഞാൻ പറയുന്നു, പ്രതിപക്ഷത്തിനോ BJPക്കോ ഒന്നും 20 ദിവസത്തേക്ക് ജലീലിനെ പിടിച്ച് പുറത്താക്കേണ്ട ഒരു ലാഭവും ഇല്ല. പക്ഷെ ഒരു പൊതുസമൂഹം നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരം പ്രാക്ടീസിന് ഒന്ന് കറക്ഷൻ ആവശ്യമാണ്. നമുക്കറിയാം 57 മുതൽ നമ്മൾ ചരിച്ചു നോക്കിയാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയും TT കൃഷ്ണമാചാരിയും VK കൃഷ്ണമേനോനും കേശവദേവ് മാളവിയും ഒക്കെ രാജിവെച്ച് എന്തിനു വേണ്ടിയായിരുന്നു? അവരാരും ഹൈക്കോടതിയിലേക്ക് പോയോ? അവർക്കൊരു കാരണം പോലും ഉണ്ടായിരുന്നില്ല. ജനസമൂഹത്തിന് മുമ്പിൽ പൊളിറ്റിക്കൽ മൊറാലിറ്റി ലോകായുക്തയുടെ പ്രസക്തി എന്ത് എന്ന് കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണോ എന്നൊരു ചോദ്യം കൂടിയാണ് ഉയർന്നത്. ഒരിക്കൽ അഴിമതിക്കും ദുർഭരണത്തിനും വിരുദ്ധമായ സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് ലോകായുക്ത എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആ സർക്കാരിലെ മന്ത്രിസഭാംഗം കൂടിയാണ്. ലോകായുക്ത മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞതിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് എന്നുള്ളത് വിരോധാഭാസം തന്നെയാണ്. തിരികെ വരാം അതിഥികളിലേക്ക്. നമുക്കൊപ്പം ആദ്യം KT അദീപിനൊപ്പം അപേക്ഷകരായി ഉണ്ടായിരുന്ന സഹീർ കാലടി നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിലേക്ക് കൂടി വരാം. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ദയവായി അതിഥികൾ തുടരും. കാതലായ ചോദ്യം അത് തന്നെയാണ്. ഇത്ര കഷ്ടപ്പെട്ട് സംരക്ഷിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് എല്ലാ ആരോപണങ്ങളെയും എല്ലാ ആക്ഷേപങ്ങളെയും ഇത്ര കഷ്ടപ്പെട്ട് CPM പ്രതിരോധിക്കുന്നത്? ലോകായുക്തയുടെ ഉത്തരവ് വന്നത് ഇന്നലെ വൈകുന്നേരമാണല്ലോ, നമുക്കറിയാം. ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും വിജിലൻസ് കോടതിയിൽ നിന്നും എത്രയോ പരാമർശങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി സാക്ഷാൽ ഉമ്മൻചാണ്ടിക്കെതിരെ എത്ര പരാമർശമാണ് വന്നത്? മുൻ മന്ത്രിമാരായ K ബാബു, അതുപോലെ VS ശിവകുമാർ, അതുപോലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിരവധി നേതാക്കന്മാർക്കെതിരെ നിരവധി ആരോപണങ്ങളും പരാമർശങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും ഒരു രാജിവെക്കുന്നത് നാം കണ്ടില്ലല്ലോ. അല്ല, നിങ്ങൾ UDF-നെയാണോ താരതമ്യപ്പെടുത്തി പറയുന്നത്? UDF-നെ പോലെ അല്ല. ശ്രീ അരുൺ ഇടപെട്ട് ചോദിക്കട്ടെ, ആ വിഷയത്തിലേക്ക് വരല്ലേ? അങ്ങനെ പറയല്ലേ, ആ ഒരു പോയിന്റ് മാത്രം പറയരുത്. നിങ്ങൾ അങ്ങനെയല്ല, ഇവർ ഇതാ അഴിമതി എന്നാണ് പറയുന്നത്. ആ പോയിന്റിലേക്ക് പറയാം. അല്ല പറഞ്ഞ ഞാൻ പറയാം അമിത്ഷായെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന അഡ്വക്കേറ്റ് ഷായെക്കുട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇത്തരത്തിൽ കൃത്യമായി പറയുന്നതിന് മറുപടി കൊടുത്തു പോകണമല്ലോ. നമുക്കറിയാം എത്ര തവണയാണ് KT ജലീലിനെ ഇവിടെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. 2006 അദ്ദേഹം ലീഗ് വിട്ടു വന്നേ അന്നു മുതൽ ആരംഭിച്ചതല്ലേ ആക്രമണം? എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഏതെങ്കിലും തെളിയിക്കാൻ പറ്റിയോ? വിശുദ്ധ റംസാൻ മാസത്തിൽ ഖുറാൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇദ്ദേഹം മാത്രമാണോ? ഇതിനു മുമ്പ് എത്രയോ തവണ ഇവിടെ ഖുറാൻ കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈന്തപ്പഴം കൊണ്ടുവന്നു. അതിലെന്താണ് നിയമപരമായിട്ടുള്ള തെറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്? എത്രയോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇവിടെ ഈ കേസ് അന്വേഷിച്ചു. എന്താണ് കണ്ടെത്തിയത്? കസ്റ്റംസ് അന്വേഷിച്ചില്ലേ? ED അന്വേഷിച്ചില്ലേ? മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അന്വേഷണമല്ലേ? EDക്ക് ഇദ്ദേഹം അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും പരാതി പോയില്ലേ? ED പ്രത്യേകമായി തെളിവെടുത്ത് പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഏതെങ്കിലും തരത്തിൽ ഒരു തെളിവ് അദ്ദേഹത്തിനെതിരെ ഹാജരാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായോ? ഇവിടെ കുറെ നാളായി നിരന്തരമായ ആക്രമണം. ഉന്നാവയിലും കത്തുവയിലും പാവപ്പെട്ട പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവരുടെ പേരിൽ ഇവിടെ ലക്ഷങ്ങൾ പിരിച്ച് 1 രൂപ പോലും അതിൽ ഇരക്കി കൊടുക്കാത്ത ആരോപണങ്ങൾ വന്നപ്പോൾ ലീഗിനെതിരെ വളരെ പച്ചയായി പെൺകുട്ടികളുടെ മാതാപിതാക്കളും കേസ് നടത്തുന്ന അഭിഭാഷകയും ആരോപണം ഉന്നയിച്ചപ്പോൾ വരെ അത് ചർച്ച ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ KT ജലീലിനെ വ്യക്തിപരമായി തെരഞ്ഞെടുത്ത് ആക്രമിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, സാധാരണക്കാർക്ക് തോന്നുന്ന ചോദ്യമല്ലേ, EP ജയരാജന് കൊടുക്കാത്ത ഒരു ആനുകൂല്യമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലോകായുക്ത ഈ തെളിവുകളെല്ലാം പരിശോധിച്ചതല്ലേ? കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ് അന്വേഷണം നടത്തിയത്, ചോദ്യം ചെയ്തതെല്ലാം പറഞ്ഞു. ആയിക്കോട്ടെ, ലോകായുക്തയെ ആ രീതിയിലാണോ പറയുന്നത്? സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നു ലോകായുക്ത അഴിമതി വിരുദ്ധ സർക്കാരിന്റെ പ്രതീകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വിഷയമാണ്. എല്ലാ തെളിവുകളും ലോകായുക്ത
പരിശോധിച്ച ശേഷമുണ്ടായ കണ്ടെത്തലാണ്. ലോകായുക്തയും ആ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റാർക്കും കിട്ടാത്ത പരിഗണന, ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ മറ്റൊരു നേതാവിനും കിട്ടാത്ത പരിഗണന എങ്ങനെയാണ് മന്ത്രി കെ ടി ജലീലിന് മാത്രം കൊടുക്കുന്നത് CPM? അപർണ, ഇന്നലത്തെ ലോകായുക്തയുടെ ഓർഡറിന്റെ അവസാനത്തെ പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 12(3) പ്രകാരം അത് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇന്നലെ വെള്ളിയാഴ്ച, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, നാളെ ഞായറാഴ്ച. ഇത് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നയാളല്ലേ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായി അദ്ദേഹത്തിന് ഉള്ള അവകാശങ്ങൾ അദ്ദേഹം അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലേ? ഇവിടെ അഡ്വക്കേറ്റ് ഷാ പറയുന്നത് കേട്ടു, സ്റ്റാറ്റ്യൂട്ടറി റെമഡി ഇല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഉണ്ട്, അതിന് പോലും പോകാൻ അനുവദിക്കാതെ രാജിവെക്കണം എന്ന് പറയുന്ന സാഹചര്യം. അദ്ദേഹത്തിന് പറയുവാനുള്ളത് ബഹുമാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയിൽ പറയാമല്ലോ. ഇപ്പോൾ വെക്കേഷൻ കോടതി ഈ വരുന്ന ചൊവ്വാഴ്ചയുണ്ട്. ഏതായാലും ഈ വിധി, രണ്ട് സാഹചര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണ്ടേ? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കേരളത്തിന്റെ ഗവർണർ എല്ലാ വസ്തുതകളും വായിച്ചിട്ട് അദ്ദേഹം എഴുതിയ വാചകം ഞാൻ വായിക്കാം. ഈസ് ലാക്കിംഗ് ഇൻ മെറ്റീരിയൽ പർട്ടിക്കുലേഴ്സ് വിത്ത് റിഗാർഡ് ടു എനി ആക്ട് or omission on the part of the minister so as to constitute any offence under the provision of act. ഈ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആണ് പറഞ്ഞത്. ഏത്? കേരളത്തിന്റെ ഗവർണറായി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആണ് ഈ വാചകം പറഞ്ഞത്. ഒരു നിയമപ്രകാരവും ഒരു തരത്തിലുള്ള തെളിവും ഇദ്ദേഹത്തിനെതിരെ ഇല്ല, ഒരു ഒമിഷൻ പോലും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് 4 മാസമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കേസ് ഗവർണർ തള്ളിക്കളഞ്ഞ വിഷയമാണ് എന്ന് പറയുന്നു. പക്ഷെ കൃത്യമായിട്ട് ഹൈക്കോടതി ഇതിനകത്തൊരു മെറിറ്റിലേക്ക് കടന്നിരുന്നോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഹൈക്കോടതിയുടെ വെക്കേഷൻ ബെഞ്ചിലേക്ക് അടിയന്തര പ്രാധാന്യത്തോടെ ഈ കത്ത് എത്തുമ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒരാൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രി ഈ രീതിയിലേക്ക് ലോകായുക്തയുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്താണ് ഇതിന്റെ നിയമപരമായിട്ടുള്ള ഒരു വിഷയം? ഇതെങ്ങനെയാണ് ഹൈക്കോടതിയിൽ എത്തിയ സമയത്ത് ഏത് രീതിയിലാണ് ഹൈക്കോടതി ഈ കേസിലേക്ക് കടന്നിരുന്നത്? ഹൈക്കോടതിയുടെ മുമ്പിലുണ്ടായിരുന്നത് PK ഫിറോസ് കൊടുത്ത ഹർജിയാണ്. അതിനെക്കുറിച്ച് ഇവിടെ മുഹമ്മദ് ഷാ പറഞ്ഞു കഴിഞ്ഞു. PK ഫിറോസ് ആ സമയത്ത് ഹൈക്കോടതി ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോടതിയിൽ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം നേരത്തെ പ്രോസിക്യൂഷൻ സാങ്ഷൻ മേടിച്ചിരുന്നില്ല, സാങ്ഷൻ അപേക്ഷ പോലും കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാങ്കേതികമായ തടസ്സമുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. സാങ്കേതികമായ തടസ്സമുള്ളതുകൊണ്ട് PK ഫിറോസ് ഹർജി പിൻവലിച്ചു. ഗവർണറുടെ മുമ്പിൽ ഒരു പരാതി ഉണ്ടായിരുന്നു. ഗവർണറുടെ മുമ്പിൽ അവിടെ പറഞ്ഞപ്പോൾ അരുൺകുമാർ വായിച്ചതെന്ന് തന്നെ വ്യക്തമാണ്, അതിനാവശ്യമായ മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ലോകായുക്തയുടെ മുമ്പിൽ തെളിവെടുത്തു. മറ്റിടത്തൊന്നും തെളിവെടുക്കാനുള്ള സംവിധാനമില്ല. ഗവർണറുടെ മുമ്പിലാകട്ടെ അല്ലെങ്കിൽ ഹൈക്കോടതിയിലാകട്ടെ തെളിവെടുക്കാനുള്ള സംവിധാനമില്ല. ഇവിടെ തെളിവെടുത്തു, ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ചു, ഇരുഭാഗക്കാരുടെയും വാദം കേട്ടു. അതിനുശേഷം കോടതി കണ്ടെത്തി, അതായത് ലോകായുക്ത കണ്ടെത്തി. ലോകായുക്തയിൽ ഒരു ജഡ്ജിയല്ല, 2 ജഡ്ജിമാർ കൂടിയിരുന്ന് കണ്ടെത്തി. എന്താണ് ഈ KT ജലീൽ ചെയ്തത്? അധികാര ദുർവിനിയോഗമാണ്, സ്വജനപക്ഷപാതമാണ് എന്ന് ഫൈൻഡിങ് ഓഫ് ഫാക്റ്റാണ്. അതായത് ഈ രേഖകൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന തെളിവ് വിശകലനം ചെയ്ത് വാദം കേട്ട് നിയമപരമായി ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി നിലനിൽക്കുന്നതാണ്. അദ്ദേഹം മന്ത്രിയായി തുടരുന്നത് ഉചിതമല്ല എന്ന ഫൈൻഡിങ്ങിലെത്തിയിരിക്കുകയാണ്. ഇത് രണ്ട് പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ ഇത് മൂന്ന് പ്രൊസീജിയറാണ്. ഇവിടെ ഫൈൻഡിങ്ങിലെത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രസക്തി. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഹൈക്കോടതിയെ സമീപിക്കാം, ഒരു സംശയവുമില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഉണ്ട്. ആർട്ടിക്കിൾ 226, 227 അനുസരിച്ച് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം. ആർക്കും തടസ്സം പറയാൻ പറ്റിയില്ല. പക്ഷേ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം ഇന്നലെ വൈകുന്നേരം രാജിവെക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു ഫൈറ്റിങ്ങിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായും ധാർമ്മികത എന്നതിനപ്പുറത്തേക്ക് സാങ്കേതികപരമായും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്ന് കൂടിയാണ് CPM നേതാവ്. ഞാൻ തിരികെ വരാം അരുൺ, കാരണം ആ ചോദ്യം ഉത്തരവും വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരാളിൽ കൂടെ പോയ ശേഷം ഞാൻ വരാം. സഹീർ കാലടി നമുക്കൊപ്പമുണ്ട്. യെസ്, ഞാൻ സഹീർ കാലടി, ഞാൻ തിരികെ വരാം അരുൺ. സഹീർ കാലടിലേക്ക് പോയ ശേഷം, കാരണം ഈ ഒരു ഇതിലെത്തിയ ശേഷം എനിക്ക് അദ്ദേഹത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. സഹീർ കാലടി, താങ്കൾ അടക്കമുള്ള 7 അപേക്ഷകരിൽ നിന്നാണ് KT അദീബ് ഈ സ്ഥാനത്തേക്ക് വരുന്നത്. അത് കൃത്യമായി ഇന്റർവ്യൂ നടക്കാത്ത രീതിയിലുള്ള ഒരു അഭിമുഖം നടക്കാതെ ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിലേക്ക് പോകുകയായിരുന്നു. അങ്ങനെ ഒരു ആരോപണത്തിലുള്ള ആധാരമെല്ലാം എന്താണ്? അതിനുശേഷം താങ്കളാണ് കൃത്യമായ രീതിയിൽ ഇതിന് യോഗ്യനെന്നുള്ള മാധ്യമ വാർത്തകൾക്ക് ശേഷവും എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ പ്രിയ സുഹൃത്ത് പറഞ്ഞത് 7 അപേക്ഷകരിൽ
KT അദീബിന് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത എന്നാണ് പറഞ്ഞത്. മറ്റ് 6 അപേക്ഷകർക്കും പറയപ്പെടുന്ന യോഗ്യതയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും വസ്തുതാ വിരുദ്ധമാണ്. പൊതുമേഖലാ സ്ഥാപനത്തിൽ 13 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട്, M.Com റെഗുലർ ആയിട്ടുള്ള പഠനമുണ്ട്, MBA എക്സിക്യൂട്ടീവ് MBA ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രകാരം തന്നെയാണ് നേടിയിട്ടുള്ളത്. എന്നാൽ ഈ പറയപ്പെടുന്ന അദീബും PGDBA എന്ന ഡിപ്ലോമ യോഗ്യതയും കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എന്നെ അവഗണിക്കാൻ അന്ന് പറഞ്ഞൊരു കാരണം എന്റെ MBA കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി അംഗീകരിക്കാത്തതിനാലാണ്. പ്രിയ എല്ലാവരോടും പറയാനുള്ള എക്സിക്യൂട്ടീവ് MBA എന്ന് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കഴിഞ്ഞ് സൂപ്പർവൈസറി കാഡറിൽ 3 വർഷം അതിൽ മുകളിൽ പ്രവർത്തന പരിചയമുള്ളവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു PG ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അഡീഷണൽ ആയിട്ട് അവരുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നേടിയെടുക്കാൻ സാധിക്കുക. അതിലൊന്നും തർക്കമില്ല. എന്നെ അവഗണിച്ചു. 2019 ജനുവരി ഫെബ്രുവരി കാലഘട്ടത്തിൽ വീണ്ടും അവിടെ അദീബ് രാജിവെച്ചതിന് ശേഷം രണ്ടാമതും അവിടെ അപേക്ഷ ക്ഷണിച്ചു. അതിനും ഞാൻ അപേക്ഷ നൽകിയിരുന്നു. അതിൽ എന്റെ അറിവിനനുസരിച്ച് 20-നടുത്ത അപേക്ഷകരിൽ അവസാനമായി ഇന്റർവ്യൂവിന് ക്ഷണിക്കപ്പെട്ടത് 12 പേരോ 13 പേരോ ആയിരുന്നു. അതിലും എന്നെ ക്ഷണിക്കപ്പെട്ടിരുന്നു. 2016 എന്റെ അപേക്ഷക്ക് ഒരു നിയമവും 2019 അപേക്ഷക്ക് മറ്റൊരു നിയമവും. അതന്നെ സത്യമായി എന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ ബന്ധുവിനെ നിയമിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റിൽ അറിയാതെ ഒരു അപേക്ഷകനായി പോയി. അതോടുകൂടി എന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളാണ് നേരിട്ടത്. 20 വർഷം എനിക്ക് സർവീസ് ബാക്കിയുണ്ടായിരുന്നു കുറ്റിപ്പുറം മാൽക്കോട്ടെക്സ് എന്ന സ്പിന്നിംഗ് മില്ലിലെ. സ്വാഭാവികമായിട്ടും നിരന്തരം മന്ത്രിതലങ്ങളിലുള്ള പ്രതികരണം, അതോടൊപ്പം തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അതിനെ ചുവട് പിടിച്ച് അദ്ദേഹത്തിന്റെ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തതിനാൽ എനിക്ക് ഏൽക്കേണ്ടി വന്ന ഗുരുതര തോൽപീഡനം. തുടർന്ന് ഞാൻ ഈ പറയുന്ന മന്ത്രിക്ക് തന്നെ ഞാൻ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാം അറിയുന്നതും പരിഹരിക്കുന്ന 6 തവണയാണ് ഞാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. 2 തവണ ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയി. അതായത് 3 മണിക്ക് ശേഷം പൊതുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം പോലും ഉണ്ട്. എനിക്ക് കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു, കാണാൻ സാധിച്ചില്ല. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ പരാതി കൊടുത്തിടത്തൊന്നും നടപടികൾ ഉണ്ടായില്ല. പക്ഷേ താങ്കൾക്ക് ഇപ്പോഴുള്ള ജോലി പോകാനുള്ള അല്ലെങ്കിൽ ജോലി രാജിവെക്കേണ്ട രീതിയിലേക്ക് പോകാനുണ്ടായ കാരണങ്ങൾ എന്താണ്? അത് ഈ തനിക്ക് യോഗ്യതയുണ്ട് എന്ന് താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അതിനുശേഷം അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായി എന്നാണോ? അത് ഏത് ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് പറയുന്നത്? സ്വാഭാവികമായിട്ട് കുറ്റിപ്പുറം മാൽക്കോട്ടെക്സിൽ അടിയന്തരമായിട്ട് ഒരു മാനേജിംഗ് ഡയറക്ടറെ 2018 നിയമിക്കപ്പെടുകയുണ്ടായി. കണ്ണൂർ പിണറായിലുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത 10ാം തരവും പോളിടെക്നിക് ഡിപ്ലോമയുമായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന ക്രമക്കേടുകൾ, ടെൻഡറില്ലാതെ നൂല് വിൽപ്പന നടത്തണം എന്നുൾപ്പെടെയുള്ള ക്രമക്കേടുകൾക്ക് സാധ്യമല്ല. ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ട്സ് മാനേജർ ആയിരുന്നു. സാധ്യമല്ല. ചെക്കിൽ ജോയിന്റ് ആയിട്ട് ഒപ്പുവെക്കേണ്ട വ്യക്തി കൂടിയാണ്. സാധ്യമല്ലെന്ന് പറയുകയും അദ്ദേഹം ഈ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ഒത്താശയോട് കൂടിയാണ് എനിക്ക് പീഡനം ആരംഭിച്ചത്. ഞാൻ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയോട് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ പ്രയാസങ്ങൾ നേരിടുകയാണ്. ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, സ്വാഭാവികമായിട്ടും ഞാൻ റെഗുലറായിട്ട് പഠിച്ച് PG വരെ പഠിച്ചിട്ട് എന്റെ യോഗ്യതകളല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഒന്ന് പ്രതികരിച്ചു പോയി. അതാണ് അതിലുണ്ടായത്. ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ എനിക്കൊരു 2 വർഷത്തേക്കെങ്കിലും ഒരു ശൂന്യവേതന അവധി നൽകൂ. അതും അവര് നൽകിയില്ല. പെട്ടെന്ന് എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഡൗൺ ആകുകയോ മെഡിക്കൽ അതെ, ഞാൻ തിരികെ വരാം. ചില സാങ്കേതിക വിഷയങ്ങളുണ്ട്. സഹീർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. ചില സാങ്കേതിക വിഷയങ്ങളുണ്ട് സഹീർ സംസാരിക്കില്ലെങ്കിലും ആ പോയിന്റ് എല്ലാം വ്യക്തമാണ്. അഡ്വക്കേറ്റ് അരുൺ, അതിനുള്ള ഒരു മറുപടി ഉണ്ട്. 2016 നിയമനത്തിൽ ഒരു യോഗ്യത, 2019 തനിക്ക് മറ്റൊരു യോഗ്യത. എന്താണ് സംഭവിച്ചത് എന്നുള്ള സഹീറിന്റെ വിഷയമൊക്കെ മാധ്യമങ്ങളെല്ലാം കണ്ടത്. നിശ്ചയിച്ച യോഗ്യത തിരുത്താൻ മന്ത്രി നേരിട്ട് ആവശ്യപ്പെടുന്ന ഒരു കത്ത്. ഈ കത്ത് പുറത്തു വരിക മാത്രമല്ല, ഈ കത്താണ് ചട്ടലംഘനം നടത്തിയത്, ഈ കത്താണ് നെപ്പോട്ടിസം നടത്തിയത്, ഈ കത്താണ് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണല്ലോ ലോകായുക്ത ഉത്തരവിൽ മന്ത്രി ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കത്ത് എന്താണ്? ഈ നിയമനത്തിൽ അധിക യോഗ്യത, ഇതുവരെ ഇല്ലായിരുന്ന നിയമനത്തിൽ അധിക യോഗ്യത. ആ അധിക യോഗ്യത ഉണ്ടായിരുന്നത് ഏക അപേക്ഷൻ, അഭിമുഖത്തിൽ പോലും പങ്കെടുക്കാതിരുന്ന ഏക അപേക്ഷൻ അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു. എത്ര പേര് ബലിയാടായിട്ടുണ്ട്? അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ താങ്കളുടെ മുന്നിലിരിക്കുന്നത്. മറുപടികൾ അല്ല, ഞാൻ പറയാം. ഈ സഹീർ കാലടി അദ്ദേഹം പഠിച്ചത് വിനായക മിഷൻ സർവകലാശാലയാണ്. വിനായക മിഷൻ സർവകലാശാലയിൽ 1 വർഷത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയുള്ള MBA കോഴ്സാണ്. ആ കോഴ്സ് ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയും അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, പഠിച്ചത് MBA 1 വർഷമാണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെന്ന്. MBA കൃത്യമായി 2 കൊല്ലമാണ്. 2 കൊല്ലമുള്ള MBA മാത്രമേ ഇന്ത്യയിലെ മറ്റു യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ളൂ.
അതുപോലെ തന്നെ അദ്ദേഹം തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കുറ്റിപ്പുറം മാൽക്കോടെക്സിൽ അക്കൗണ്ട് മാനേജർ ഏതോ ഒരു വ്യക്തി നടത്തുന്ന മാനേജിംഗ് ഒരു കമ്പനി എന്ന രൂപത്തിലാണ്. തുല്യതാ സർട്ടിഫിക്കറ്റും അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ടായില്ല. 2016 അദ്ദേഹം ഇന്റർവ്യൂവിൽ ഹാജരാകാതിരിക്കുകയും ഹാജരാക്കിയ രേഖകളൊന്നും ഈ യോഗ്യത പരിഗണിക്കുന്ന തരത്തിലേക്കായിരുന്നില്ല. മറ്റൊന്നും ഇവിടെ പറഞ്ഞല്ലോ, യോഗ്യതയിൽ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയെന്ന്. 2003 ഒരു നിയമനത്തിന് ഗവൺമെന്റ് ഇറക്കുന്ന നോട്ടിഫിക്കേഷൻ തന്നെ വേണം 2016 എന്ന് നമുക്ക് എങ്ങനെ നിർബന്ധം പിടിക്കാൻ കഴിയും? ഒരു അഡീഷണൽ അധിക യോഗ്യത കൂടി ഒരു ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയതിനെ എങ്ങനെ നമുക്ക് തെറ്റു പറയാൻ കഴിയും? ഏതായാലും ഗവൺമെന്റ് നിങ്ങൾ മാത്രമാണ് അതൊരു യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണെന്ന് നിങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് അങ്ങനെയല്ല ഉണ്ടായത്. അത് ഇന്നൊരാൾക്ക് വേണ്ടിയിട്ടാണ് അധിക യോഗ്യത ഉണ്ടായതെന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടും പറയുകയാണോ ആ യോഗ്യതയാണ് ആ പോസ്റ്റിലേക്ക് വേണ്ടിയിരുന്നതെന്ന്? അല്ല അപർണ ഞാൻ ചോദിച്ചോട്ടെ. അപർണ എന്റെ ഒരു ചോദ്യത്തിന് അപർണ മറുപടി പറയൂ. സ്വന്തം ബന്ധുവിനെ നിയമിക്കാനായിരുന്നുവെങ്കിൽ എന്തായിരുന്നു 2016 തന്നെ ജലീലിന് ഈ ബന്ധുവിനെ നിയമിക്കുന്നതിന് എന്തായിരുന്നു തടസ്സം? 7 പേർക്കല്ലേ ഇന്റർവ്യൂ കാർഡ് അയച്ചേ? 3 പേരാണ് വന്നത്, 4 പേർ വന്നില്ല. ഈ 7 പേരിൽ 6 പേരും യോഗ്യരല്ലെന്ന് 2016 8-ാം മാസത്തിൽ കണ്ടെത്തി. പിന്നെ എന്തിന് 2 കൊല്ലം ഈ അദീബിന് നിയമനം കൊടുക്കാതെ വൈകിച്ചു? ഈ 2016 ഒറ്റ കാര്യമാരും ചോദിച്ചതുകൊണ്ട് 2016 ജയരാജന്റെ നിയമന വിവാദ കാലമാണ് ആ 2016. അത് നിങ്ങൾക്കും എനിക്കും അറിയാം അല്ലേ? അത് ആ സമയത്ത് പി ജയരാജനുമായി ബന്ധപ്പെട്ട നിയമന വിവാദം മാധ്യമങ്ങളിൽ കത്തി നിന്ന കാലത്താണ് ഈ അപ്പോയിന്റ്മെന്റ് ഹോൾഡ് ചെയ്തു വെച്ചത്. ശരിയല്ലേ? അല്ലല്ല, മാസം എടുത്ത് നോക്കിയാൽ അതിനെല്ലാം മുമ്പാണ്. ഞാൻ കൃത്യമായി പറയാം, ഇതിൽ 7 പേർക്ക് അപേക്ഷ അയച്ചു, 3 പേർ ഇന്റർവ്യൂവിന് ഹാജരായി, 4 പേർ വന്നില്ല. പിന്നെ മഹാപ്രളയം എല്ലാം കഴിഞ്ഞിട്ടും ഇതിൽ തന്റെ അപേക്ഷ പരിഗണിക്കണമെന്നുള്ള അപേക്ഷ വന്നപ്പോഴാണ് പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഞാൻ ആദ്യം എനിക്ക് അവസരം വേണമെന്ന് പറഞ്ഞത്, ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ 2 പ്രധാനപ്പെട്ട വക്കീലന്മാർ ഇവിടെയുണ്ട്. ഇവിടെ 2 പാരഗ്രാഫ് മാത്രമുള്ള ഹൈക്കോടതിയുടെ വിധി എന്ന് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷാ പറഞ്ഞത് 2019 7-ാം മാസത്തിൽ ജസ്റ്റിസ് ഉബൈദ് പറഞ്ഞ വിധിയെ സംബന്ധിച്ചായിരിക്കും. പക്ഷെ ആ വിധിക്ക് 3 മാസം മുമ്പ് അതേ ജഡ്ജി തന്നെ 4-5 പേജുള്ള ഒരു ഇടക്കാല ഉത്തരവ് പാസാക്കിയിരുന്നു. ഏത്? PK ഫിറോസ് കൊടുത്ത കേസിൽ തന്നെ. കൃത്യമായി ഇപ്പോൾ വന്ന വിധി ഹൈക്കോടതി കൃത്യമായി നേരത്തെ പരിശോധിക്കപ്പെട്ട കേസിൽ 4-5 പേജുള്ള ഒരു ഇടക്കാല ഉത്തരവ് പാസാക്കി. ആ ഇടക്കാല ഉത്തരവിൽ തന്നെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ PK ഫിറോസ് അഫിഡവിറ്റ് രൂപത്തിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു. അത് ഹാജരാക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം ആ റിട്ട് പെറ്റീഷൻ പിൻവലിച്ചു പോയത്. അതിൽ ആദ്യത്തെ കാര്യം 2016 നടന്ന ഈ സംഭവത്തിൽ ആരെങ്കിലും ഇതുവരെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നതാണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനിൽ മാറ്റം വരുത്തിയത് 2016 അത് 2019 വരെ ആരെങ്കിലും ഏതെങ്കിലും കോടതിയിലോ ബന്ധപ്പെട്ട ഫോറത്തിലോ ചലഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ വരുന്നതിന് മുമ്പ് 3 വർഷത്തിനുള്ളിൽ ഗവൺമെന്റിന്റെ സാങ്ഷൻ മേടിച്ചിട്ടുണ്ടോ എന്നതാണ്. 4-മത്തെ കാര്യം, ഇതൊരു റെഗുലർ അപ്പോയിന്റ്മെന്റ് ആണോ ഡെപ്യൂട്ടേഷൻ ആണോ എന്നതാണ്. റെഗുലർ അപ്പോയിന്റ്മെന്റ് ആണെങ്കിലേ പ്രശ്നമുള്ളൂ. ഡെപ്യൂട്ടേഷൻ കൃത്യം 1 കൊല്ലത്തേക്ക് 2014 ഇതേ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടേഷൻ നടത്തി. അതായത് കൃത്യമായ മെറിറ്റിലേക്ക് കടന്നിട്ടല്ല ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അന്നൊരു തീരുമാനം എടുത്തതെന്ന് പോലും മറികടന്നുകൊണ്ടാണ്. ഞാൻ സഹീറിന്റെ വിഷയത്തിലേക്ക് വരാം. സഹീറിന് മറ്റൊന്നു കൂടി പറയാനുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് അരുണുള്ള മറുപടി. അരുൺ പറയുന്നത്, അരുൺ ഒരു അഭിഭാഷകനാണ്. ഞാൻ ഈ ഇൻട്രീം ഓർഡർ എൻ്റെ കയ്യിൽ കോപ്പിയില്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഫൈനൽ ജഡ്ജ്മെന്റ് ഒരിക്കൽ വൺസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള എല്ലാ ഇൻട്രീം ഓർഡറും അതിനകത്ത് മെർജ് ചെയ്യപ്പെടുകയാണ്. ആ ഇൻട്രീം ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ഇന്നേന രേഖകൾ ഹാജരാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇൻട്രീം ഓർഡറുകൾക്കൊന്നും ഒരു പ്രസക്തിയും ഫൈനൽ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാലില്ല. ഫൈനൽ ജഡ്ജ്മെന്റിലാണ് അതിന്റെ ഫൈനലായി കൺസിഡർ ചെയ്ത കാര്യങ്ങൾ. അതിനകത്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രോസിക്യൂഷൻ സാങ്ഷൻ അപ്ലൈ ചെയ്തിട്ടില്ല. അത് റീസൺ കൊണ്ട് തന്നെയാണ് അത് വിഡ്രോ ചെയ്ത് പോകുന്നത്. ആ ആപ്ലിക്കേഷൻ ഇല്ല എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല, അത് അതിനകത്ത് മെറിറ്റൊന്നുമില്ല. ബാക്കി ചോദ്യങ്ങളൊക്കെ കോടതി ആ സമയം അന്ന് കേൾക്കുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾക്ക് മറുപടി ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട സാധനം ഇല്ല, പ്രോസിക്യൂഷൻ സാങ്ഷൻ ഇല്ല, അതിന് ആപ്ലിക്കേഷൻ തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവരത് വിഡ്രോ ചെയ്തു. അത്രേ ഉള്ള കാര്യം. അല്ലാതെ അതിനകത്ത് അത് മെറിറ്റിൽ പരിഗണിക്കുന്നതാണോ ഇൻട്രീം ഓർഡർ? ഇൻട്രീം ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രിമാ ഫേസി വേണം എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. ശേഷം ഫൈനൽ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞേക്കുന്നത്? ഫൈനൽ ജഡ്ജ്മെന്റ് വായിക്കട്ടെ ഞാൻ.
ഫൈനൽ ജഡ്ജ്മെന്റ് അങ്ങ് വായിക്കാം. ഞാൻ വായിക്കാം. ഫൈനൽ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഒന്ന് വായിച്ചേക്കാം. ക്ലാരിഫൈഡ് തിങ്സ് ഇൻ രമേശ് ചെന്നിത്തല വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഞാൻ വായിക്കാം. അങ്ങ് വായിക്കൂ. രമേശ് ചെന്നിത്തലയുടെ കേസ് അവിടെ റെഫർ ചെയ്തിട്ടുണ്ട്, വായിക്കൂ. വായിച്ചോളൂ. ഞാനിത് വായിക്കാം. എ ഡെപ്യൂട്ടേഷൻ അപ്പോയിന്റ്മെന്റ് മെയ്ഡ് ബൈ എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ക്യാബിനറ്റ് ഈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദിസ് റിട്ട് പെറ്റീഷൻ. The writ petitioner who claims to be a responsible politician seeks a writ of mandamus directing the Vigilance and Anti-Corruption Bureau to register a crime on his complaint. That's our issue. As regard dispute relating to the irregularities or illegalities in appointments in government services, directly or by deputation. 1 minute. Directly or by deputation, this court has clarified things in Ramesh Chennithala versus State of Kerala. Anyway, the said appointment made by the Ramesh Chennithala versus State of Kerala, that is illegalities appointment സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. Anyway, the said appointment made by the minister must be an appointment as part of the administrative actions of the state, and for any sort of proceedings under the Prevention of Corruption Act, the prior approval of the appointing authority is required. Without obtaining such approval and without taking the necessary steps required under the law, even to file a complaint, the petitioner approached this court with a petition. It appears that his main grievance is that the minister has violated the oath of allegiance made by him under the constitution as a minister, and the issue regarding appointment appears to be subsidiary. Without obtaining approval, അതായത് prosecution sanction under section 17 കിട്ടിയിട്ടില്ല. കിട്ടാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. Now the learned counsel for the writ petitioner has filed a memo seeking permission to withdraw the writ petition. Withdrawal cannot be taken to be as silly. The withdrawal cannot be taken to be as silly as the writ petitioner would think. Anyway, when he does not want to prosecute the matter further, the writ petition can be closed. എന്താ അതിന്റെ കാരണം? വിത്ഡ്രോവൽ പറഞ്ഞതിന് പ്രോസിക്യൂഷൻ സാങ്ഷൻ ഇല്ലാതെ ഒരു കംപ്ലൈന്റ് പെർസ്യൂ ചെയ്യണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു എന്ന തെറ്റ്, ആ തെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ? ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനല്ല നടത്തിയിരിക്കുന്നത്. സെക്ഷൻ 12 ഡിക്ലറേഷൻ അല്ലേ. ഇത് വെച്ചുകൊണ്ട് അത് മറികടക്കാൻ പറ്റുമോ ഈ ജഡ്ജ്മെന്റ് വെച്ചുകൊണ്ട്? ഇത് പിൻവലിക്കാതെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കിട്ടിയിട്ടില്ല. നിങ്ങൾ 20 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. പ്രോസിക്യൂഷൻ സാങ്ഷൻ എന്തുകൊണ്ടാണ് ഡിക്ലൈൻ ചെയ്യുന്നത്? വക്കീലന്മാരല്ലേ നമ്മള്. സർക്കാരിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്താൽ ഗ്രാന്റ് ചെയ്യേണ്ടത് 1 ദിവസം കൊണ്ട് അതെ, അതുകൊണ്ട് അത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതിനൊരു 20 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. പ്രോസിക്യൂഷൻ സാങ്ഷൻ ഒക്കെ വന്നോളൂ. അതിന് ബുദ്ധിമുട്ടുണ്ട. യഥാർത്ഥ ശരിയായ രീതിയിലുള്ള പ്രോസിക്യൂഷൻ സാങ്ഷൻ ഇഷ്യൂ ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറാണ്. തീർച്ചയായും. പക്ഷേ 20 ദിവസത്തിനുള്ളിൽ നിയമസഭയുടെ സമയപരിമിതി കൊണ്ട് എനിക്ക് ഇടപെടും. ഏതായാലും 20 ദിവസത്തിനുള്ളിൽ നിയമസഭയുടെ കാലാവധി തീരുമ്പോൾ അതുവരെ ഈ രീതിയിലുള്ള നിയമ പോരാട്ടം നടത്തും എന്ന് മന്ത്രി കെ ടി ജലീൽ പറയുകയും ചെയ്യുമ്പോൾ, പക്ഷേ ധാർമ്മികമായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ബാക്കിയാവുന്നു. സഹിർ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് സഹിറിലേക്ക് വീണ്ടും വരാതിരുന്നത്. ആ വിഷയങ്ങളാണ് ഇതിനകത്ത് അഡ്രസ് ചെയ്യപ്പെട്ടത്. അഡ്വക്കേറ്റ് ജയശങ്കറും നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും പൂർണ്ണമാകിയാണ് പ്രൈം ഡിബേറ്റ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് അരുൺകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കറൊപ്പം സഹീർ കാലടി ചർച്ചയിൽ പങ്കെടുത്തതിന്. നമസ്കാരം.